ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ബി.ജെ.പി. നേടിയ ചരിത്ര വിജയത്തിൽ അസ്വസ്ഥരായ CPM നേതൃത്വത്തിന്റെ പ്രതികാര നടപടിയാണ് അഡ്വക്കേറ്റ് കെ അനീഷ് കുമാറിനെതിരായ കള്ളക്കേസെന്ന് ബി.ജെ.പി. നേതാവ് പത്മജ വേണുഗോപാൽ. ജനവിധിയെ അംഗീകരിക്കാനുള്ള രാഷ്ട്രീയ മര്യാദ പിണറായിയും കൂട്ടരും കാണിക്കണമെന്നും പത്മജ കൂട്ടിച്ചേർത്തു. എം മനോജ് ചേരുന്നു. മനോജ്, വിവരങ്ങൾ. രോഹിണി, ബി.ജെ.പി. തൃശൂർ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള അഡ്വക്കേറ്റ് കെ അനീഷ് കുമാറിനെതിരെ പോലീസിന്റെ പ്രതികാര നടപടി ഉണ്ടായതിലാണ് ഇപ്പോൾ ഈ പത്മജ വേണുഗോപാലും പ്രതികരിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ബി.ജെ.പി. നേടിയിട്ടുള്ള വിജയത്തിൽ അസ്വസ്ഥരായിട്ടുള്ള CPM നേതൃത്വത്തിന്റെ പ്രതികാര നടപടിയാണ് ഇത്തരം ഈ ഒരു അഡ്വക്കേറ്റ് കെ അനീഷ് കുമാറിനെതിരെ കള്ളക്കേസ് എടുത്തതെന്ന് ആണ് പത്മജ വേണുഗോപാൽ പറഞ്ഞിട്ടുള്ളത്. ജനവിധിയെ അംഗീകരിക്കാനുള്ള രാഷ്ട്രീയ മര്യാദ ഈ പിണറായിയും അതോടൊപ്പം തന്നെ കൂടെയുള്ള CPM-ന്റെ നേതാക്കളും കാണിക്കണം. കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് ജില്ലാ സെക്രട്ടറി M വർഗീസിന്റെ സ്വത്ത് കണ്ടുകെട്ടിയതടക്കം ഈ തിരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം CPM-ന് കണ്ടകശനിയാണെന്നും ഈ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് CPM ബ്രാഞ്ച് കമ്മിറ്റിയോളം ചെറുതാകരുതെന്നും ഈ പത്മജ വേണുഗോപാൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. എന്തായാലും ഈ കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച് വിവരങ്ങൾ അഡ്വക്കേറ്റ് കെ അനീഷ് കുമാറിന് തന്നെ ലഭിക്കുന്നത്. ഇന്ന് കോടതിയിൽ ഹാജരാവാൻ 107-ാം വകുപ്പ് ചുമത്തിയാണ് അദ്ദേഹത്തിന് കോടതിയിൽ ഹാജരാകാനുള്ള ഉത്തരവ് ഇറങ്ങിയിരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച സമയത്താണ് ഈ കഴിഞ്ഞ മാസങ്ങളിൽ പ്രധാനമന്ത്രി തൃശ്ശൂരിലേക്ക് എത്തിയ സമയം ഈ വനിതാ സമ്മേളനത്തിൽ പങ്കെടുത്തതിന് പിന്നാലെ ആ വേദിയിലേക്ക് ചാണകവെള്ളം തളിക്കാൻ വന്ന KSU പ്രവർത്തകരെയും അതോടൊപ്പം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും മർദ്ദിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് പോലീസ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിന്മേലാണ് ഇത്തരത്തിൽ ഈ വകുപ്പ് ചുമത്തിയിട്ടുള്ളത്. എന്തായാലും സ്ഥിരം കുറ്റവാളിയാക്കുവാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. അതിൽ തന്നെ അദ്ദേഹം ഇന്ന് പ്രതികരിച്ചിട്ടുമുണ്ട്. താൻ എന്താണ് ചെയ്തിട്ടുള്ളത് എന്നതിലല്ല, ഇവിടെ മറ്റ് നേതാക്കൾക്കെതിരെ ഒന്നും എടുക്കാത്ത വകുപ്പുകൾ തനിക്കെതിരെ ചുമത്തുന്നത് ഇത്തരത്തിലുള്ള ഒരു പ്രതികാര നടപടി തന്നെയാണ് എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ തന്നെ BJP-യുടെ വിജയം CPM-നെ അതോടൊപ്പം തന്നെ പോലീസിനടക്കം വല്ലാതെ അലോസരപ്പെടുത്തുന്നു എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. കാരണം ഈ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് BJP-യുടെ നേതാക്കളെ ഈ കള്ളക്കേസുകളിൽ കൊടുക്കുവാനുള്ള ശ്രമമാണ്. നേരത്തെ സുരേഷ് ഗോപിക്കെതിരെയും ഇത്തരത്തിൽ കള്ളക്കേസുകൾ എടുത്തത് ഇതിന്റെയൊക്കെ തന്നെ ഉദാഹരണമാണ് എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹവും പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ കരുവന്നൂർ വിഷയത്തിൽ അടക്കം കൃത്യമായിട്ടുള്ള പ്രതിഷേധ യാത്രകൾ നടത്തിയ സമയത്തടക്കം കേസെടുത്തിരുന്നു. അതിനു പിന്നാലെയാണ് ഓരോ കേസുകളായും ഇത്തരത്തിൽ സ്ഥിരം കുറ്റവാളിയാക്കുവാനുള്ള ഒരു ശ്രമവും നടക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിലാണ് ഇപ്പോൾ പത്മജ വേണുഗോപാലും പ്രതികരിച്ചിട്ടുള്ളത്. രോഹിണി, ശരി, മനോജാണ് വിവരങ്ങൾ നൽകിയത്.